രേഷ്മ. രേഷ്മയുടെ വീട് വടക്കാഞ്ചേരിക്കടുത്ത് പരുത്തിപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ കുട്ടിക്ക് 5 വയസ്സിൽ ഒരു പനി വന്ന് ആ കുട്ടി വീണതാണ്. അന്ന് തുടങ്ങി ഒരു പല ചികിത്സകൾ, ഇംഗ്ലീഷും മരുന്നും ആയുർവേദവും അതുപോലെ തന്നെ ആദിവാസി ചികിത്സ എല്ലാം നടത്തി. എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കുട്ടി കഴുത്ത് ഇങ്ങനെ ഒടിഞ്ഞ് വായിൽ വെള്ളം നോക്കി ഒന്നും മിണ്ടാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം തുടങ്ങി തന്നെ കുട്ടിയിൽ മാറ്റം വരാനായിട്ട് തുടങ്ങി. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുട്ടി നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ കൈയും കാലമൊക്കെ നിവർന്നു, നട്ടലിലൊക്കെ നിവർന്നു. അതുപോലെ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴും മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. വർഷങ്ങളോളം നീണ്ട ചികിത്സ. എവിടെയൊക്കെ ചികിത്സിച്ചിട്ടുണ്ട്? അത് കഴിഞ്ഞ് കുറെ നാള് ഈ തോമസ് ഐപ്പ് എന്ന് പറഞ്ഞ ഡോക്ടറെ കീഴില് അദ്ദേഹത്തെ കണ്ട് ചികിത്സിച്ചു. വളരെ ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്. മുമ്പ് സംസാരിക്കാന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ പറയുള്ളൂ. വാക്കുകളൊന്നും പുറത്തേക്ക് വരില്ല. മുറിഞ്ഞ വർത്തമാനം പറയാം. ടീച്ചറെ നോക്ക്, ഇങ്ങോട്ട് തിരികെ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കി. ആഹാ, വെരി ഗുഡ്, നല്ല കുട്ടിയായല്ലോ. ദൈവമേ നന്ദി. ആഹാ, കരിക്കും വെള്ളം കുടിച്ചു. പിന്നെ പിന്നെ ചോറുണ്ടോ? കരിക്ക് തിന്നു. അമ്മേ, വെരി ഗുഡ്. പിന്നെ അച്ഛൻ തന്നോ? അച്ഛൻ തന്നു അല്ലേ? തല കടിക്കണ്ട. തല വർത്താനം പറയേ, അല്ല എനിക്ക് ഇഷ്ടണ്ടാവില്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കി ഒന്ന്. കല് പൊന്തണ്ടോട്ടെ, കല് പൊന്തിച്ചേ. വെരി ഗുഡ്. ആ കാല് നല്ലോണം പൊന്തണ്ടല്ലോ. ഇനി താത്തിയ കാല് താത്തി വയ്ക്കുന്നു. കാലും കൈയും പൊന്തിക്ക്, കാല് പൊന്തിക്കണ്ട്. അതിന് കൈ പൊന്തിക്ക്, കൈ പൊന്തിച്ചേ. ഇനി കൈ പൊന്തിച്ചേ. കൈ മൊയലാണ് ജയിച്ചത്. ഓടിയപ്പോ ടീച്ചറിനോട് പറഞ്ഞത്, ടീച്ചർ പറയാം മൊയല ജയിച്ചത്. ആരാ ജയിച്ചത്? കുളിക്കാൻ പോയപ്പോ പറയേ. ദൈവമേ കൈതോള അമ്മ വാങ്ങാൻ പോയേക്ക? വാങ്ങാനാ പോയത്? വാങ്ങാൻ പോയേക്ക സ്വർണ്ണമാല?